ഹലോ ഗൈസ്, വവ്വാലിന് ചിറക് പോണക്കുള്ളത് ഈ കൈയുള്ള ഡ്രസ്സ് ഇടുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, ഇതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാമോ, ഇത് എവിടുന്ന് വാങ്ങിയതാണെന്നൊക്കെ. ലിങ്ക് അയക്കാൻ പറ്റില്ല ഗൈസ്, കാര്യം ഇതെൻ്റെ അമ്മായി എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് കേട്ടോ, അമ്മായിയുടെ മോഡലൊക്കെയാണ്. അപ്പം ഇടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കേട്ടോ നല്ലതാണെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ മാളയ്ക്ക് പോകുന്നത് കുറച്ച് ഓയിൽ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ വർഗീസ് ഡോക്ടറെ മാസത്തിലൊന്ന് കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനമില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ ഒന്ന് കണ്ട് കുറച്ച് മരുന്നൊക്കെ മേടിച്ച് പൈസ പൊട്ടിച്ചില്ലെങ്കിലും എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി, ഞാൻ നേരെ പോയത് ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ളിടത്താണ് നമ്മൾ ഹെയർ ഓയിലിൻ്റെ ബോട്ടിൽ എടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ബോട്ടിലിനൊക്കെ ഓർഡർ കൊടുത്ത് നിന്നപ്പോഴാണ് കുറച്ച് പൂക്കളൊക്കെ കണ്ടത്. എന്നാൽ പിന്നെ അവിടെ നിന്നൊരു മങ്കി ഷോ ഒക്കെ നടത്താം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ പോയി നിന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പല കളറിലുള്ള വോഗൻവില്ലയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങളുടെ മാളപ്പള്ളിയിലെ പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ. പള്ളിപ്പെരുന്നാളിനായപ്പോഴത്തേക്ക് വിച്ചു എന്നെ കൊച്ചു കുട്ടിയാക്കി ഒരു ബലൂൺ മേടിച്ച് തന്നു കേട്ടോ. പിന്നെ അത് വെച്ചിട്ടുള്ള കുറച്ച് കുസൃതികൾ, കുറുമ്പുകൾ, ഡാൻസ്, ജാനിക്കിട്ടുള്ള അടിയൊക്കെ ആയിരുന്നു. ജാനിയോടുള്ള പ്രതികാരം ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ വീട്ടിൽ ജാനിക്ക് പരാതിയില്ല. അല്ലാത്ത പക്ഷം നമ്മൾ കൈകൊണ്ട് വീട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ പ്രതികാരം ചെയ്യിപ്പിക്കും കേട്ടോ. അതാണ് ജാനിക്കുട്ടിയുടെ പരിപാടി. അപ്പോൾ കിട്ടിയ അവസരം ഞാൻ ബലൂൺ വെച്ച് 4 അടിയൊക്കെ തലകി കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ബൈ ബൈ.